കട്ടൻ ചായയും ഉള്ളിവടയും. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ കിട്ടുന്ന ചായക്കടകളിലൊക്കെ കിട്ടുന്ന ഉള്ളിവട ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ് കേട്ടോ. അപ്പോൾ ഉള്ളിവട ഇപ്പോഴത്തെ നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഉള്ളിവട പോലെയല്ല. നാട്ടിൻപുറത്ത് പണ്ട് അധികം ലാഭം മോഹിക്കാത്ത പാവപ്പെട്ട ചായക്കടക്കാർ നടത്തിയിരുന്ന ചായക്കടകളില്ലേ, അവിടെ കിട്ടിയിരുന്ന ഉള്ളിവടയാണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സവാള തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് ഫൈനലി ചോപ്ഡ്, ഒരു 1 ഇഞ്ച് നീളത്തിലൊരു ഇഞ്ചി, ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുക. ഓക്കെ, ഇനി ഇതൊന്ന് നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. മാരിനേറ്റ് ചെയ്യാന്ന് പറയുന്നില്ല, ഒരു ഉപ്പും അതൊക്കെ ഒന്ന്, ഉപ്പ് സവാളയിൽ ഇട്ട് കഴിഞ്ഞാണല്ലോ അതിലത്തെ വെള്ളം പുറത്തേക്ക് ഊറി വരും. ഓക്കെ, അപ്പോൾ അതൊന്നൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ. 5 മിനിറ്റായി. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മാവുകൾ ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ്, ബേസൻ ഫ്ലോർ. ഓക്കെ, 3 ടേബിൾ സ്പൂൺ. 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി പുട്ടിൻ്റെ പൊടിയല്ല, പത്തിരിയുടെയും അപ്പത്തിൻ്റെയൊക്കെ പൊടി. ഓക്കെ, അത് ചേർത്തു. നമുക്ക് ഉള്ളിവട ഇത്തിരി കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇടുകയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ കായം പൊടി. ഓക്കെ, ഇതൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ മാവ് ഉള്ളിവട ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഇത് ഷേപ്പാക്കിയിട്ട് വടര ഷേപ്പാക്കിയിട്ട് വറുത്തെടുക്കണേ. അപ്പോൾ നമുക്ക് കലാപരിപാടി തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതൊന്ന് മീഡിയം ആക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളിവട കരിഞ്ഞു പോകും, വേവില്ല. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഉണ്ട്. മാവിനെ ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ബോൾ ഷേപ്പിലെടുക്കുക, ഒരു ഉരുളയാക്കുക. എന്നിട്ട് മറ്റേ കൈ വെച്ചിട്ട് നന്നായി അങ്ങോട്ട് പരത്തിയെടുക്കുക. ഓക്കെ, എന്നിട്ട് പതുക്കെ അതിലേക്കിടാം. നമുക്കൊന്നുകൂടി ഇടാം. മതിയില്ലേ? ഒരു 1-2 മിനിറ്റായി. നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിടാം. ഓക്കെ, അല്ലെങ്കിൽ കരിഞ്ഞാലോ. ഇങ്ങനെ ഒരു എന്താ പറയുക, ഡാർക്ക് ബ്രൗൺ കളർ ആവണം കേട്ടോ. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തില്ലെങ്കിൽ പുറമെ മാത്രമേ ഈ കളറാവും, ഉള്ളു വേവില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളറാവുമ്പോൾ ഉള്ളു വേവും ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ ഈ ഉള്ളിവട വറക്കുമ്പോൾ എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു ഗോപാലേട്ടൻ്റെ ചായക്കട ഉണ്ടായിരുന്നു. പണ്ടത്തെ ഒരു ചായക്കടയാണ്. ചായക്കട മാത്രമല്ല, ചാരായക്കട ഉണ്ട്, അവിടെ ബാർബർ ഷോപ്പ് ഉണ്ട്, അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും കൂടിയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു നമ്മുടെ നാട്ടിലൊരു 4 കവലയിലെ സ്ഥലമായിരുന്നു. അന്നിപ്പോൾ മുടി വെട്ടാനാണ് നമ്മളൊക്കെ അച്ഛൻ്റെ കൂടെ അങ്ങോട്ട് പോവുക. കാരണം ചാരായ ഷാപ്പ്, നാടൻ ചാരായൊക്കെ ഉള്ള കാരണം കൊണ്ട് മുടി വെട്ടാൻ ഒരു ജോർജ് ഏട്ടൻ്റെ മുടി വെട്ടുകട. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉള്ളിവട അല്ലെങ്കിൽ പരിപ്പുവട മേടിച്ചു തരും. അപ്പോൾ ഗോപാലേട്ടൻ്റെ മക്കളുണ്ട്, മനോഹരേട്ടനും ശ്രീനേട്ടനൊക്കെ. അവർ നിന്നിട്ട് പരിപ്പുവടയ്ക്ക് മാവ് അരക്കുന്നുണ്ടാവും. അപ്പോൾ ആ വറക്കുമ്പോൾ അവിടെ നമ്മൾ മുടി വെട്ടാൻ പോകുമ്പോഴേ നമുക്ക് ആ മണം അങ്ങനെ, പരിപ്പുവട വറക്കണതിൻ്റെ മണമൊക്കെ ഇങ്ങനെ മൂക്കിലേക്ക് ഒന്ന് അടിക്കും. അപ്പോൾ ആ ഒരു മണം എനിക്ക് കിട്ടി. എന്തായാലും നമുക്ക് ഒന്നുകൂടി ഒന്ന് മറിച്ചിടാം. നമ്മുടെ വട ഒരുവിധം മൊരിഞ്ഞു വന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഓക്കെ, 2 സൈഡും ഒരുവിധം ബ്രൗണിഷ് ആയിട്ട്, പിന്നെ ഉള്ളി ആ ഒരു ബ്രൗണിഷ് ആയില്ലെങ്കിലോ ഉള്ളിക്ക് ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല. ഇങ്ങനെ ആവണം. വെള്ളം നോക്കിയെടുക്കുക, പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് അടുത്ത ബാച്ച് നമുക്ക് വറുത്തെടുക്കാം. ആരും വലിയ പണിയൊന്നുമില്ല. ഇപ്പൊ ഈ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മള് പരിപ്പ് വെള്ളത്തിലിടണം, മരക്കണം. ഇതാവുമ്പോ കുഴപ്പമൊന്നുമില്ല. സവാള കഴിഞ്ഞ് കഴിഞ്ഞാൽ
സുഖസുന്ദരമായിട്ട് പരിപാടി നടന്നു. അതുപോലെ ഈ ഉള്ളിവട അല്ലെങ്കിൽ ബജ്ജി ഈ ഇതൊക്കെ ഉണ്ടാക്കില്ലേ നമ്മള്, അപ്പോ ചട്ടിയൊക്കെ ഇതുപോലത്തെ ഈ ചീനച്ചട്ടിയൊക്കെ ആക്കണം പാനിന് പകരം. ഏതെങ്കിലും ഒരു ഇവിടെ പാൻ അതിനേക്കാൾ നല്ലത് ഇതിൽ ഉണ്ടാക്കണായിരിക്കും. ഇത്തിരി ഭംഗിയുറവുണ്ടാവും, പക്ഷെ ചട്ടിക്ക് ഇത്തിരി ഭംഗിയുറവുണ്ടാവും കാണാം. പക്ഷെ സാധനം ഗുണം കിട്ടുക ഇങ്ങനത്തെ ചട്ടികളൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മള് പാനാവുമ്പോ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും, പക്ഷെ ആ ഒരു സുഖം ഉണ്ടാവില്ല വറുത്തെടുക്കാൻ. കട്ടൻ ചായ കുടിക്കുന്നതിന്റെ കൂടെ 4 സ്പൂൺ പഞ്ചസാര, ഏലക്കായ തോലോട് കൂടിയിട്ടുണ്ട് ഇടുക. ഒന്ന് തിളക്കട്ടെ. ഇവിടെ നമ്മുടെ ഉള്ളിവട റെഡിയായി. 2 സവാള കൊണ്ട് 7 ഉള്ളിവട ഉണ്ടാക്കിട്ട. അതിന്റെ കൂടെ കുറച്ച് കട്ടൻ ചായ, ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയും നല്ല ആവി വിറക്കണ ചായയും പിന്നെ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന്റെ നല്ല ചലച്ചിത്ര ഗാനങ്ങളും റേഡിയോയിൽ കേൾക്കുക. ഒരു പഴയൊരു ചായക്കട ഫീലിംഗ് കിട്ടിയില്ലേ? അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, വളരെ സിമ്പിളാണ്. അപ്പൊ ഞങ്ങളിത് കഴിച്ചിട്ട് വരാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.